ഇന്ന് രാവിലെ തന്നെ അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്താലോ? പകരം ചോദിക്കലും പകപോക്കലും ഒക്കെ ഒന്ന് മാറ്റിവെച്ച് നമ്മളോട് പൊട്ടിത്തെറിക്കുന്ന ആളുകളോട് ഒന്നും പ്രതികരിക്കാതെ ഇരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അതായത് ക്ഷമിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അത് നമ്മുടെ ഒരു വൻ വിജയമല്ലേ? ഇപ്പോൾ ഞാൻ വിക്ടർ ഹ്യൂഗോയുടെ പഴയ ജീൻ വാൽജിൻ്റെ കഥ ഒന്നുകൂടി വായിച്ചു. സഹോദരിമാരുടെ കുഞ്ഞുമക്കൾ വിശന്ന് കരയുന്നത് കാണാൻ വയ്യാതെയാണ് ജീൻ വാൽജിൻ ഒരു ബേക്കറിയിൽ നിന്ന് ഒരു കഷ്ണം ബ്രെഡ് മോഷ്ടിച്ചത്. പെട്ടെന്നുണ്ടായൊരു തോന്നലിന് കിട്ടിയത് 2 മാസത്തെ ജയിൽ ശിക്ഷ. കുഞ്ഞുമക്കളുടെ കരച്ചിൽ അയാളുടെ ഉറക്കം കെടുത്തിയപ്പോൾ അയാൾ ജയിലിൽ ചാടി. പിന്നെ 19 വർഷം ജയിലിലായി. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും അയാളെ ആട്ടി അകറ്റിയപ്പോൾ അയാൾ രാത്രി ഒരു ബംഗ്ലാവിൻ്റെ വാതിൽ മുട്ടി. സഹോദര, വാതിൽ ചാരിയിട്ടേ ഉള്ളൂ, അകത്തേക്ക് കടന്നു വരൂ എന്ന ശബ്ദം കേട്ട് അയാൾ അകത്തേക്ക് കയറി. ബിഷപ്പാണ്. ബിഷപ്പ് അയാൾക്ക് കുളിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു, ഒപ്പം ഇരുത്തി ഭക്ഷണം വിളമ്പി കൊടുത്തു, കിടക്ക വിരിച്ചു കൊടുത്തു.